വിദ്യാലയങ്ങളിൽ നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള ഡിസ്കഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 2 സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഒന്ന് കേരളത്തിലാണ്, മറ്റൊന്ന് തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ ഒരു അധ്യാപിക ഒരു വിദ്യാർത്ഥിയെ ജാതി പേര് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചു. നിന്നെ കണ്ടാൽ അറപ്പാണ് എന്ന രീതിയിൽ വളരെ കടുത്ത വാക്കുകളാണ് ആ അധ്യാപിക ആ വിദ്യാർത്ഥിയോട് പറഞ്ഞത്. അത് വലിയ വാർത്ത ആവുകയുണ്ടായി. നമുക്കതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ വിഷയം തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുക എന്ന ലേബലോടുകൂടി ഒരു വ്യക്തി വരികയും ആ വ്യക്തി മുജ്ജന്മ പാപത്തെക്കുറിച്ചും അതിന്റെ ഫലം കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുന്നത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, മുജ്ജന്മ പാപമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം കുട്ടികളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അതേ സ്കൂളിലെ ഒരു അധ്യാപകൻ അതേ വേദിയിൽ തന്നെ ഈ ഒരു വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും അത് രാജ്യവ്യാപകമായി അത് വലിയൊരു ചർച്ചാ വിഷയമാവുകയും ചെയ്തു. What is your problem? அரசு பள்ளியில ஆன்மீகம் பேசக்கூடாதுன்னு யார் சொன்னது? பேசக்கூடாது. ஏதாவது இருக்கா? லா இருக்கா? ஆமா, லா எந்த லால இருக்கு? அரசு பள்ளி. കേരളത്തിൽ ജാതി അധിക്ഷേപം നടത്തിയ അധ്യാപിക കാഴ്ചശക്തിയുള്ള അധ്യാപികയാണ്. എന്നാൽ തമിഴ്നാട്ടിൽ എൻ്റെ കുട്ടികൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകരുത്, അവരുടെ മനസ്സിലേക്ക് അന്ധവിശ്വാസമോ അല്ലെങ്കിൽ മറ്റു ഫോൾസ് ബിലീഫ് സിസ്റ്റമോ ഒന്നും നൽകരുത് എന്ന് ചോദ്യം ചെയ്ത ആ അധ്യാപകൻ സത്യത്തിൽ അന്ധനായിരുന്നു. അദ്ദേഹം ഫിസിക്കലി അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു. ഈ 2 പേരിൽ ആർക്കാണ് അന്ധത? വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അവരെ നല്ല വ്യക്തികളായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുമുള്ള ഈ ടീച്ചേഴ്സിൽ സത്യത്തിൽ അന്ധതയുള്ളത് ആർക്കാണ്? ഇത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ കണ്ണു കാണാത്ത ആ തമിഴ്നാട്ടിലെ അധ്യാപകനാണോ, അല്ലെങ്കിൽ കേരളത്തിൽ കുട്ടികളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും അവന്റെ മനസ്സിൽ തീരെ നോവായിട്ട് അവന്റെ ജീവിതകാലം മുഴുവൻ അവന്റെ മനസ്സിൽ മുറിവ് സമ്മാനിച്ച ആ അധ്യാപികയ്ക്കാണോ അന്ധത ഉള്ളത്? സ്കൂൾ സംവിധാനങ്ങളിൽ നമുക്ക് വേണ്ടത് കേവലം പുറമേക്ക് കാണുന്ന കാഴ്ചകളല്ല. നമുക്ക് വേണ്ടത് കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന, അവരെ നല്ല വ്യക്തികളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന കാഴ്ച, ഉൾക്കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അതിൽ അധ്യാപകരെന്നോ അനധ്യാപകരെന്നോ രക്ഷിതാക്കളെന്നോ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹം എന്നോ ഇല്ല. നമ്മൾ ആസ് എ സൊസൈറ്റി പുതിയ കുട്ടികളെ നമ്മൾ വളർത്തി കൊണ്ടുവരേണ്ടത് കൃത്യമായ ഉൾക്കാഴ്ച നൽകിക്കൊണ്ടാണ്.